ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സാധനമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പൈസ കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത ഒന്നാണ് അമൃതം പൊടി. എന്നാൽ കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ ഇത് ഇഷ്ടം പോലെ കാണുകയും ചെയ്യും. അംഗൻവാടി വഴി കിട്ടുന്ന ഈ അമൃതം പൊടി എന്തുമാത്രം പോഷകങ്ങൾ നിറഞ്ഞതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. അറിയാത്ത പ്രായത്തിൽ എങ്ങനെയെങ്കിലും കുറുക്കാക്കിയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇത്രയും നല്ല സാധനം കളയാൻ പറ്റും. അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അമൃതം പൊടി ഉപയോഗിച്ച് ഒരുപാട് സ്നാക്കുകൾ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ തന്നെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പരീക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും ഈ ഒരു രീതിയാണ്. അമൃതം പൊടി മാവിനെ ഒരു പാത്രത്തിലേക്ക് തട്ടി പൊട്ടിനെ കുഴക്കുന്നത് പോലെ ഇതേ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ചെറുതായിട്ട് വെള്ളം തളിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറുക്ക് കാച്ചാൻ ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുമാത്രം നൈസായിട്ടുള്ള പൊടിയാണെന്ന്. അപ്പൊ ഇതിനെ അതേ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് വറുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ചെറുതായിട്ട് വെള്ളം തളിച്ച് ഒന്നെടുക്കുമ്പോഴേക്ക് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കാൻ ഇത് ഈസിയാണ്. വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് കുടഞ്ഞ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ പുട്ടുണ്ടാക്കാൻ എന്നാണ് കേട്ടോ. കുറുക്കലും ഇങ്ങനെ പൊടി വറുക്കലും അല്ലാതെ ഒരു രീതിയും ഞങ്ങൾ പരീക്ഷിച്ചിട്ടില്ല. ഇനി ഓരോന്നായിട്ട് പരീക്ഷിക്കണം. 3 വയസ്സ് വരെ അവർക്ക് ഇത് കിട്ടത്തുള്ളൂ. അത്രയും നാൾ ഞങ്ങൾക്കും ചായ കുടിക്കാനും പോഷകവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സാധനം തന്നെയാണ് അമൃതം പൊടി. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും കളയരുത് കേട്ടോ, അത്രയും നല്ലതാണ്. അപ്പൊ അടുത്തുള്ള വയസ്സായ ആൾക്കാർക്കും രോഗങ്ങൾ ബാധിച്ചവർക്കൊക്കെ ഇത് കൊടുത്താൽ അവർക്ക് ഭക്ഷണവും ആവും, നല്ല പോഷകവും ആവും. അപ്പൊ ഒരിക്കലും ഇത് കളയരുത് കേട്ടോ, അത്രയും നല്ലതാണ്. ഇത് പുട്ടിന് കുഴച്ച് വെച്ച പോലെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ച അമൃതം പൊടി. എല്ലാവർക്കും അറിയാലോ, കുട്ടികൾക്ക് പഞ്ചസാര അല്ലെങ്കിൽ മധുരമാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇതിൽ തന്നെ കുറച്ച് പഞ്ചസാര ആഡഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കഴിക്കാൻ വേണ്ടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഒപ്പം ചിരകിയ തേങ്ങ കൂടെ ഇട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞു കേട്ടോ. അത്രയും സിമ്പിൾ ആൻഡ് ഈസിയാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. കാരണം നമ്മുടെ നിലക്കടലയൊക്കെ ഇതിൽ ഒരുപാട് ആഡായിട്ടുള്ളത് കൊണ്ട് നല്ലൊരു പ്രത്യേക വാസന തന്നെയാണ്. അതുകൂടെ ഒന്ന് വറുക്കാൻ കൂടെ തുടങ്ങി കഴിഞ്ഞാൽ നല്ല മൂത്ത് വരുമ്പോൾ അതിന്റെ മണം ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയണ കണക്കാണ്. മാവ് കുഴയ്ക്കുന്ന അതേ പാത്രത്തോട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വറുത്തെടുക്കാറ്. മാവ് കുഴച്ച അതേ പാത്രം അടുപ്പത്ത് വെച്ച് ഇനി നന്നായിട്ട് ചെറു തീയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കിണ്ടി വറുത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. ഓരോ സ്റ്റേജിലും ഇങ്ങനെ ചെറുതായിട്ട് കളർ ചേഞ്ചായി വരും. എത്രത്തോളം നമുക്ക് വറുക്കണോ അത്രത്തോളം വറുത്തെടുക്കാം. ഏറ്റവും നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ എത്ര ദിവസം വേണോ നമുക്കിത് ടിന്നിൽ അടച്ചു വെച്ചിരുന്നാല് കുട്ടികൾക്ക് 10 മണിക്കും അവർക്ക് ആവശ്യമുള്ളപ്പോഴും ചായ കുടിക്കുമ്പോഴും മുതിർന്നവർക്കൊക്കെ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ അമൃതം പൊടി. അമൃതം പൊടി എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന എന്താണെന്നറിയോ, ഏതോ ഒരു കോമഡി ഷോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ അതിൽ ചോദിക്കും കാശ് കൊടുത്താലും വാങ്ങാൻ കിട്ടാത്തത് എന്താണെന്ന്. അപ്പൊ ഞങ്ങള് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാരും ചിന്തിക്കുക സന്തോഷം സമാധാനം എന്നൊക്കെയാണെങ്കിലും കോമഡിയല്ലേ. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യമാണ് അമൃതം പൊടി എന്ന്. പക്ഷെ ചിന്തിക്കുമ്പോ അത് സത്യമാണ്. പൈസ കൊടുത്താലും നമുക്ക് ഒരിടത്തുനിന്നും അമൃതം പൊടി വാങ്ങാനായിട്ട് കിട്ടത്തില്ല. ചില കോമഡിയും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമൃതം പൊടിയിൽ നിന്ന് നല്ല ഒരു പ്രത്യേക മണവും അതിൽ നിന്ന് ചെറുതായിട്ട് ഇതേ പുകയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ചെറുതായിട്ട് നമ്മുടെ അമൃതം പൊടി കുക്കായി കഴിയുന്നു എന്നാണ്. ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് എത്ര സിമ്പിൾ ആണ്, പക്ഷെ എന്തുമാത്രം പോഷകങ്ങൾ അടങ്ങിയതാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മളെ വെറുതെ കളയുന്ന പലതും ഒരുപാട് നല്ല ഗുണങ്ങൾ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ അമൃതം പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് ടെക്സ്ചർ. ഞങ്ങൾ ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പൊടി വറുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചായ ഇടണമല്ലോ. ചായ റെഡിയായി. നമ്മൾ ചായ കുടിക്കാനായിട്ട് അമൃതം പൊടിയൊക്കെ എടുത്ത് ചായയുമായിട്ട് ഇതായിരിക്കുകയാണ്. ഇനി നമ്മുടെ 4 മണി ടൈം വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. രാത്രിത്തെ ഭക്ഷണത്തിന് മുമ്പ് ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇരുന്ന് അത് ചീത്തയായിപ്പോ. അപ്പൊ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഹാളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ പീസായിട്ട് എടുക്കാനായിട്ട് തുടങ്ങി. പൈനാപ്പിൾ കഴിച്ചുകൊണ്ട് പൈനാപ്പിൾ പാത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ തന്റെ സീറ്റ് ഉറപ്പിക്കാനുള്ള പെടാപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഞാനൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു. നല്ല വിളഞ്ഞ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.